ഈ നദിയുടെ ആഴത്തിലുള്ള പരിശോധന ഇപ്പോൾ നോക്കൂ, പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഉപയോഗിച്ച ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഇപ്പോൾ ആ മൺകൂനയ്ക്ക് മുകളിൽ പ്രയോഗിക്കുന്നു. മൺകൂനയ്ക്ക് മുകളിൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത് അത് ഈ മെറ്റൽ ഡിറ്റക്ടറാണ്. മെറ്റൽ ഡിറ്റക്ടറിൻ്റെ പോളാണ്, ആ വെളുത്ത നിറത്തിൽ കാണുന്നത് അതിൻ്റെ പോളാണ്. ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ലോഹ സാന്നിധ്യമുണ്ടോ, ഈ മണ്ണ് എന്തുകൊണ്ടാണ് തങ്ങി നിൽക്കുന്നത് എന്നുള്ള സംശയം നമ്മൾ പങ്കുവച്ചിരുന്നു. സൈന്യത്തിനും അക്കാര്യത്തിൽ ഒരു പരിശോധന കൂടി ആവശ്യമാണ് എന്ന് തോന്നിയിരിക്കുന്നു. അവരിപ്പോൾ ആ കൂടിക്കിടക്കുന്ന മണ്ണ്, നദിയുടെ നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ട, ആ മൺതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ മൺതിട്ടയിൽ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുകയാണ്. NDRF സംഘവും നേവിയുടെ സംഘവും നദിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൈവശം ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുണ്ട്, അതോടൊപ്പം തന്നെ സോണാറുണ്ട്. പുഴയിലെ വെള്ളത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. നോക്കൂ, അവിടേക്ക് വരുന്ന നദിയുടെ ഒഴുക്ക് കുറച്ചിപ്പുറത്ത് മാറി ഒന്ന് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളുടെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. നദിയുടെ ഒഴുക്ക് അവിടെ വരുമ്പോൾ അല്പം ഒന്ന് തടസ്സപ്പെടുന്നുണ്ട്. ശക്തമായ ഒഴുക്കുള്ള നദിയാണ്. അവിടെ വരുമ്പോൾ ആ നദിയുടെ ഒഴുക്ക് അവിടെ വന്നൊന്ന് തട്ടിയിട്ട് വശങ്ങളിലേക്ക് ആ വെള്ളം പോകുന്നത് നമുക്ക് കാണാം. അവിടെ എന്താണ് കിടക്കുന്നതെന്നറിയില്ല. ഒരുപക്ഷെ വലിയ പാറക്കഷണങ്ങൾ കൂടിക്കിടക്കുന്നതാകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടി വീണ മറ്റെന്തെങ്കിലും ഭാരവസ്തുവാകാം. അതിൽ ചുറ്റിയായിരിക്കാം ഈ മണ്ണ് ഇത്രയും കട്ടിയായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, അവിടെയുള്ള ആളുകൾക്ക് അവർ ചവിട്ടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ മണ്ണ് അവിടെ ഉറച്ചു കിടക്കുകയാണ്. നോക്കൂ, അവർക്ക് ഓരോ കാല് വയ്ക്കുമ്പോഴും ആ മണ്ണ് അവിടെ ഉറച്ചു കിടക്കുകയാണ്. അതായത് ഒരു ചെറിയ തുരുത്തായി അത് രൂപം കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുത്ര നദിയിലൊക്കെ ഇങ്ങനെയുള്ള തുരുത്തുകൾ ശക്തമായ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനവും ഒക്കെ ഉണ്ടാകുന്ന വേളയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിലാണ്. നോക്കൂ, ആ വെള്ളം വന്നിട്ട് വശങ്ങളിലേക്ക് പരന്നു പോകുന്നത് കാണാം. ആ മൺതിട്ടയുടെ അടുത്ത് വരുമ്പോൾ വെള്ളം അതുവരെ വേഗത്തിൽ ഒഴുകി വന്നിട്ട് വശങ്ങളിലേക്ക് വന്ന് ഇപ്പുറത്തു കൂടിയാണ് ആ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ആ നടുവിൽ എന്താണ് കിടക്കുന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ സൈന്യത്തിനുമുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അവരവിടെ പരിശോധന തുടരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിനും സംഘവും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ ശ്രമകരമായ ദൗത്യമാണ് ജിതിനും സംഘവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെ പേരെടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത് മഞ്ഞപ്പാടി ആയാലും ജിതിനായാലും എല്ലാവരും അവിടെ ഈ ഒരേ പരിശ്രമത്തോടു കൂടിയാണ് തുടരുന്നത്. ശക്തമായ മഴ